കളേഴ്സൊക്കെയുള്ള സാരി തപ്പി അവസാനം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിൽ ഏതെടുക്കണം എന്നറിയില്ല. എല്ലാ കളേഴ്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റിലേറ്റീവ്സിനെടുത്ത കളേഴ്സിൻ്റെ പാറ്റേൺസ് ഒക്കെ ഇതിലായിപ്പോയി. അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷനിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഓടി 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 എല്ലായിടത്തും സാരി നോക്കി നോക്കി ടയേർഡായിപ്പോയി. വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോ ബൈ ശ്രീവിദ്യ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് ശ്രീവിദ്യനാണോ സംസാരിക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. 2 ദിവസമായിട്ട് എൻ്റെ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി, എൻ്റെ സൗണ്ട് പോയേക്കാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ മുഖവും വേറെ സൗണ്ടും വെച്ച് എന്നെ തന്നെ വിചാരിക്കുക, വേറെ ആരുമില്ല, നമ്മുടെ ചാനൽ ഹാക്കായി പോയതല്ല ഗൈസ്. സോ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ കല്യാണ പരിപാടിയിൽ വേറൊരു നിർണായക ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കുടുംബക്കാർക്ക് ഡ്രസ്സ് എടുക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്കുണ്ടോ അങ്ങനെ കല്യാണത്തിന് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ലൈക്ക് എൻ്റെ ഇളയമ്മമാർക്കും മൂത്തമ്മമാർക്കും അമ്മമാർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കും? അങ്ങനെ ഒരു പരിപാടി നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. ചിലർ മൂത്ത ആളുടെ കല്യാണത്തിന് മാത്രമേ എടുത്തു കൊടുക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ്റെ കല്യാണത്തിൽ എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കല്യാണത്തിൽ അങ്ങനെ നമ്മൾ കുറക്കണ്ടെന്ന് വിചാരിച്ചു, അങ്ങനെ എടുക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, AR ഹാൻഡ്ലൂം കൂത്തമ്പള്ളിയിൽ നിന്ന് ഡ്രസ്സ് എടുക്കുക എന്നുള്ളത്, സാരി എടുക്കുക എന്നുള്ളത്. അവർ ഭയങ്കര ഫേമസ് ആണല്ലോ സാരിക്കും. ഈവൻ നമ്മുടെ കൈത്തറി, നമ്മുടെ ഞങ്ങൾ പറയും സെറ്റുമുണ്ട്, സെറ്റ് സാരി, നിങ്ങൾ എന്താ പറയുകയെന്നറിയില്ല. ട്രിവാൻഡ്രത്ത് പറയുക കമുണിയോ അങ്ങനെ എന്തോ ആണ്. അപ്പം അതൊക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ്. ചെറിയൊരു യാത്രയല്ല. നമ്മൾ എറണാകുളത്ത് നിന്ന് കുത്തമ്പള്ളി വരെ 2.25 മണിക്കൂർ, 2.5 മണിക്കൂർ ട്രാഫിക് അനുസരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ചെറിയൊരു യാത്രയല്ല. അപ്പം നമ്മൾ ഈ വെളുപ്പാങ്കാലത്ത് എന്നാണ് ഉദ്ദേശിച്ചെങ്കിലും ഇപ്പോൾ 7:30-8 മണിയായി കാണും ഏകദേശം. ഇപ്പോഴാണ് വിടുന്നത്. അപ്പം ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഏട്ടത്തിയമ്മ ഉണ്ട്, അമ്മ ഉണ്ട്, അമലുണ്ട്. നമ്മൾ ഇത്രയും പേരാണ് പോണത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവൻ എൻ്റെ അടുത്ത് ഐഷും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ അവിടെ നിന്ന് സാരി എടുത്തത്. അപ്പോൾ ഈ പറഞ്ഞു കേട്ട ഒരു സ്ഥലത്തേക്ക് സാരി എടുക്കാൻ പോകുമ്പോൾ, ഞാനൊരു സാരി പേഴ്സൺ അല്ല, പക്ഷെ കാണുമ്പോൾ ഫ്രിഡ്ജ്, TV ഇതൊക്കെ പറഞ്ഞ് ഓടുന്ന ഒരാളാണ്. ഉടുക്കാറില്ലെങ്കിലും ഞാൻ സാരി വാങ്ങിച്ചു വെക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളും കൂടി കാണിക്കുക. എല്ലാവർക്കും കൂത്തമ്പള്ളിയിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസിന് മുമ്പ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണമല്ലോ, ഇതാണ് ഇങ്ങനെയൊക്കെ കാണിക്കാം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ കൂത്തമ്പള്ളി പോവാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ഈ കല്യാണ ഓട്ടത്തിലൊക്കെ ആയതുകൊണ്ട് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഡാർക്ക് സ്പോട്ട്സും. അപ്പം ഇതൊക്കെ വരാനുള്ള പ്രധാന കാരണം നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചും, പിന്നെ അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചും, പിന്നെ ഈ ആക്നെയൊക്കെ വന്നു പോയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇതൊക്കെ മാറ്റി നല്ല ഇവൻ ടോൺ ആവാനും ഗ്ലോ കൂട്ടാനുമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, ഞാൻ അതുകൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ്. ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക്, 10% ഗ്ലൈക്കോളിക് ആസിഡ്, പിന്നെ 2% നിയാസിനമൈഡുമാണ്. അതുപോലെ തന്നെ ഈ സിറം സ്വരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ മെത്തേഡിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ടർമറിക്കിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആവും. പിന്നെ മാത്രമല്ല ഡൾനെസ് കുറയ്ക്കും, നമ്മുടെ സ്കിന്നിലെ റേഡിയൻസ് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നല്ലൊരു ഈവൻ സ്കിൻ ടോൺ തരാൻ സഹായിക്കും. അത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു 2-3 ഡ്രോപ്സ് സിറം എടുത്തിട്ട് അപ്വേർഡ് സർക്കുലർ മോഷനിൽ ഫേസിലും കഴുത്തിലും സിറം അബ്സോർബ് ആവുന്നവരെ മസാജ് ചെയ്ത് കൊടുക്കുക. ഡെയിലി 2 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ റിസൾട്ട് കിട്ടും കേട്ടോ. കൂടാതെ ഇതിന് പുറമെ സൺസ്ക്രീൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് കിട്ടും. സോ 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് മുഖത്തെ ഡാർക്ക് സ്പോട്ട്സ് കുറയുന്നത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എനിക്ക് ഈ സിറം യൂസ് ചെയ്തിട്ട് നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറിയിട്ട് നല്ല ഗ്ലോ വന്നിട്ടുണ്ട് എൻ്റെ സ്കിന്നിന്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് തന്നെ ഇത് മേടിച്ച് ട്രൈ ചെയ്യാം കേട്ടോ. ഡാർക്ക് സ്പോട്ട്സിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പിന്നെ ഇത് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹിമാലയയുടെ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പിന്നെ ഇന്ന് ഇത് മേടിക്കുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട്. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ സംസാരിച്ചിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അവിടെ ഏട്ടനും അമ്മയും ചേച്ചിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് കുത്തുമ്പള്ളി വരെ എത്താനുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ജോയിൻ ചെയ്യണം. സാരി സെലക്ട് ചെയ്യാൻ നിങ്ങളും കൂടി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കല്യാണ മേളത്തിൽ നിങ്ങൾ എല്ലാവരും കൂടണം. അപ്പോൾ വാ നേരെ വണ്ടി നമുക്ക് കുത്തമ്പള്ളിയിലേക്ക്. സമയം
സമയം രാവിലെ ഇപ്പം 9:30. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നേരെ അങ്കമാലിയിൽ നിന്ന് കൂത്തമ്പള്ളി. രാവിലെ 9 മണിക്ക്. അപ്പം ഇതാണ് AR ഹാൻഡ്ലൂം കുത്തമ്പള്ളിയിലെ അരവിന്ദ് ഏട്ടനും രാജേട്ടനും. എനിക്കറിയില്ലായിരുന്നു ഇവരുടെ പേരിൽ ആദ്യത്തെ അക്ഷരം ചേർത്തിട്ടുണ്ടാക്കിയതാണ് ഇത് കവർ ചെയ്ത്. നിങ്ങൾ കസിൻ ബ്രദേഴ്സ് അല്ലേ? ഓക്കെ. ഈ ഐക്യം എന്ന് ഇതുപോലെ ഉണ്ടാവട്ടെ. ആക്ച്വലി നമ്മൾ കുറേ നാളായിട്ട് ഞങ്ങൾ പരിചയമുണ്ട്, പക്ഷെ എനിക്കിവിടെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എപ്പോഴും കേൾക്കുമ്പോൾ ഓരോ കാര്യം വരുമ്പോഴും ഞാൻ വരണം എന്ന് ചിന്തിച്ചു. ഞാൻ സത്യം ഞാൻ വരുമ്പോൾ എൻ്റെ ഫാമിലിയുടെ അടുത്ത് പറയായിരുന്നേ, ഇത്രയും അകത്തേക്ക് ഈ ഒരു നാട്ടിൽ നിങ്ങളിത് തുടങ്ങിയിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണിച്ചായിരുന്നു അവിടുത്തെ തിരക്ക്. ഭയങ്കര സക്സസ് ആയിട്ട് നിൽക്കുന്നതാണ്, ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ വിനയം കാണിക്കുന്നതാണോ? കുഴപ്പമില്ലല്ലേ, ഇങ്ങനെ തന്നെയല്ലേ? കാരണം നമ്മൾ അങ്ങനെ വന്ന ആൾക്കാരാണ്. ഞങ്ങളും പണ്ടൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ തന്നെ ഒരേ ടീമിൽ ഫ്രണ്ട്സ് ആണ്. അപ്പൊ രണ്ടുപേരും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സ്റ്റാഫും കൊണ്ട് തുടങ്ങിയതാണ്. അത് 2 പേരാണ്. 2 സ്റ്റാഫും കൊണ്ട് തുടങ്ങി. പിന്നെ എല്ലാ വർഷം കൂടുന്നവരും സ്റ്റാഫുകൾ കൂട്ടിത്തരും. പിന്നെ പുതിയ ഷോപ്പ് നമ്മുടെ ഓഗസ്റ്റിൽ ഓപ്പണിംഗ് ആണ്. ചിങ്ങം 1 നമ്മൾ വരുമ്പോ ഞാൻ അടിപൊളി. ഇനിയും ഒരുപാടാണ്. എനിക്കുണ്ട് കുറച്ച് ഫ്രണ്ട്സ്. അത് ഞങ്ങൾ ഓരോ മാസം ഓരോ ബിസിനസ് പ്ലാൻ ആയിട്ട് വരും, ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ മുണ്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. മുമ്പ് സുരേഷ് സാറിനെ കാണാൻ പോകുമ്പോഴൊക്കെ രാജേട്ടനാണ് അയച്ചു തന്നിട്ടുണ്ട്. നമുക്കൊരു സർപ്രൈസ് സുരേഷ് ഗോപി സാറിന് ഒരു മുണ്ട് കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്താണ് എടുത്തത്. ഓൾറെഡി ഞങ്ങൾ ഇതിന് മുന്നേ സുരേഷ് ഗോപി സാറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജേട്ടൻ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അവരുടെ മുണ്ടിന്റെ ടേസ്റ്റ് നമുക്കറിയാം. ഇതുപോലെ ഓരോ കസ്റ്റമറുടെ ടേസ്റ്റ് നമ്മൾ എങ്ങനെയൊന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ടേസ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ, ഓർത്ത് വെച്ചോ. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ ടേസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പം എൻ്റെ ടേസ്റ്റ് ഇവിടെ റെക്കോർഡാണ്. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയും ടേസ്റ്റ് ഇവിടെ റെക്കോർഡഡ് ആയിരിക്കും ഗൈസ്. അപ്പം എനിക്ക് എന്തായാലും എൻ്റെ കല്യാണത്തിൻ്റെ ജേണിയിൽ താങ്ക് യു സോ മച്ച് ചേട്ടാ. എൻ്റെ ചേട്ടന്മാരെ പോലെ എനിക്ക് തോന്നിയ 2 ചേട്ടന്മാരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടു വരുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. അവിടെ ശ്രീവിദ്യയുടെ പേര് പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് കാണാം. കണ്ടാ ഇത് ഗൈസ്, ഞാൻ ഭയങ്കര തിരക്കിലാണ്. ഇത് ഇത്രയും കളക്ഷൻസ് ഇരിക്കും കേട്ടോ. എനിക്കിത് സെറ്റ് സാരി ഇഷ്ടമായി, പക്ഷെ നമുക്ക് സെറ്റും ഉണ്ട്. അമ്മയുടെ ഉണ്ടതിനെ എത്ര സമയം നോക്കി, പക്ഷേ സെറ്റ് ഇത് സെറ്റ് സാരി ആയിപ്പോയി. എൻ്റെ അമ്മ നോക്കൂ, ഇത് സെറ്റ് സാരിയല്ലേ? എനിക്ക് ഇതിൻ്റെ സെറ്റ് മുണ്ട് വേണം, പക്ഷെ ഇത് സെറ്റ് സാരിയാ. അതും ഉണ്ട് അപ്പുറത്ത്. പിടിച്ചു നിൽക്കാൻ ശക്തി തരണേ ഭഗവാൻ. അല്ലല്ല, എനിക്ക് ചെക്ക് വേണം ചേച്ചി. ആ ഈ ബ്ലൂ ചെക്ക് എടുക്ക്. അത് ഇത് തന്നെ ഇത് ഇവിടെ ഇതല്ലേ ലൈൻസ്. അയ്യോ സാരി. നൈസ്. അടിപൊളി. എൻ്റെ ഐഷുവിൻ്റെ സാരി കാണിച്ചുതരാം. ഇതാണ് എൻ്റെ ഐഷുവിൻ്റെ സാരി. റെഡ് വേണം എന്ന് പറഞ്ഞ ലോകത്ത് എപ്പോൾ തുടങ്ങിയാന്നറിയോ റെഡ് വേണമെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു. എന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് ഒരുപാട് തവണ നോക്കി. എനിക്ക് ലൈവ് സാധനങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും നിങ്ങൾ പോയി കൊണ്ടുവന്നൊക്കെ ചെയ്തില്ലേ? പോയി നെയ്ത് ഉണ്ടാക്കി കൊടുത്തതാ. എന്നിട്ട് വീണ്ടും ഇവര് അങ്ങോട്ട് അയച്ചൊക്കെ കൊടുത്താണ്. അങ്ങനെ എൻ്റെ ഐഷുവിൻ്റെ സെയിം സാധനം. ഇത് ബ്രൗൺ അല്ലേ? നിങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്യല്ലേ പ്ലീസ്. പാപം കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ.
ഇത് നമ്മൾ നോക്കിയ റെഡിന്റെ ഇതാമ്മ. അമ്മ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഇത്രേ കണ്ടുള്ളൂ. ആ പക്ഷെ കുറവാ, 17 അവിടെ 60. എൻ്റെ ഫസ്റ്റ് സാരി എടുത്തു, സെക്കൻഡ് സാരി എടുത്തില്ല. പക്ഷെ ആരി ചേച്ചിയുടെ അടുത്ത് അവർ വിളിച്ച് അങ്ങനെ 56 ആയിരുന്നു. ആണോ? 18. ഇതാ എനിക്ക് ഇഷ്ടമായ. എനിക്ക് പുതിയ മോഡൽസ് കാണിച്ചു തരണേ. 19. ബ്ലൗസ് ഏതാ വരിക ചേച്ചി? ടിഷ്യൂ ആണിത്. ഗോൾഡ് ആവും. ശരിയാ, ആണോ? ഗോൾഡ് അല്ലാത്ത ഒരു ബന്ധമില്ലാത്ത ഒരു കളർ കാണിച്ചാൽ മതി. 28 ആകുമ്പോൾ അങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കാം. 28 നോക്കാം നമുക്ക്. അപ്പോൾ അത്ര മോണ്ട ചേച്ചി? 28 കുറയില്ലേ? ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ കുറയില്ലേ? അല്ല, ഞാൻ ആദ്യത്തെ തന്നെ മേടിച്ചത് 56. അപ്പം അത്രയും ഇത് ഉടുക്കൂല. പിന്നെ എനിക്ക് അങ്ങനെ ഇത് ചെയ്യുന്നതിൽ താല്പര്യമില്ല. വേണ്ട അമ്മ, റെഡ് കളറുകൾ നോക്കാം. എങ്ങനെയാ പറയാ? ലൈറ്റ് ഗ്രീനൊക്കെ നോക്കണം. കാണിച്ചേ. കുബേര പട്ടിൽ അവിടെ നോക്കാം. വാ വാ. എൻ്റെ നെറ്റ് ഓൺ ആക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഒന്ന് വാട്സപ്പ് നോക്കാൻ പറഞ്ഞാൽ മതി അമ്മൂമ്മ കേട്ടാ. എനിക്ക് എൻ്റെ വീണ്ടും വീണ്ടും സാരി ഇത് നോക്ക്. അമ്മേ, അയ്യോ എൻ്റെ അമ്മ മിസ് കേട്ടോ. അമ്മ കൊടുത്തു. ഇതെടുക്കായിരുന്നല്ലേ? 19,500 ഉള്ളൂ. അല്ല, വേണമെങ്കിൽ ഇവർ അയച്ചു തരും. അപ്പം മേടിച്ച് വെക്കാം. പിന്നെ വേറെ ഒരു സാരി വലിയ പുള്ളിയൊന്നുമല്ല. പക്ഷെ ഇതെന്താണെന്നറിയോ, ഇവിടെ സിൽവർ വരുന്നോണ്ട് ഗോൾഡ് ചിലപ്പോൾ മാച്ച് ആവൂല. അങ്ങനെ നോക്കട്ടെ അങ്ങോട്ട് പോകുമ്പോൾ. കല്യാണം വീട് കഴിഞ്ഞില്ലേ? പിന്നെ അങ്ങനെ അഥവാ എനിക്ക് സെക്കൻഡ് സാരി ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഇതൊന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്തിക്കൂലേ കേട്ടോ. ഒന്ന് ഓപ്ഷനിൽ വെച്ചേക്കണേ. അതാണല്ലേ അത്. പക്ഷെ വൈറ്റ് അല്ലേ കുറച്ച്? ഈ സെയിം ആണോ? ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിൽ ഇവിടെ ഒരു വൈറ്റാ. അത് വേറെ ഒന്നുകൂടെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാ. നമുക്ക് വേണോ ഇത്? വേണോ? എനിക്ക് വേണ്ട. എനിക്ക് കോട്ടൺ സാരീസ് നോക്കാമോ? അത് എടുക്കുന്നില്ല, അത് പറഞ്ഞിട്ടില്ല. അതിനാ ഞാൻ ഇത് നോക്കിയ. ഓ ഇപ്പൊ കോപ്പറിൽ നോക്കിയാ പോരെ? ഗോൾഡൻ കസവ് വേണ്ടെന്നല്ലേ പറഞ്ഞു? ഇത് സെയിം അല്ലേ? അല്ലേ സെയിം അല്ലേ? വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. അത് വേറെ മോഡൽ. അതിന്റെ പെടുന്ന ആ കാറ്റഗറിയിൽ പെടുന്ന കുറച്ചുകൂടെ പച്ച നോക്കി അമ്മ. ഒറ്റക്കുള്ള ഒരു ഫോട്ടോ എടുത്തേട്ടാ അമ്മ. നോക്ക്. ശശരത്തിന്റെ മോളുടെ കല്യാണത്തിന് കൊടുത്തതാ ഈ സാരിയുടെ. പക്ഷെ ഇത് കുറച്ച് വൈറ്റാ. അതെ. ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കണേ ഈ സാധനം. ഞാൻ ഒന്ന് നോക്കിട്ടേ. പിന്നെ ഇതും ചേച്ചി ആ കോപ്പർ ഇതല്ല, ഒരു വയലറ്റ് ഉണ്ടായിരുന്നു. അതും കോപ്പർ ഏതാ ചേച്ചി? എനിക്ക് വേണ്ട. ഗോൾഡ് വേണ്ടതല്ലേ? അതല്ല, എന്താണെന്നറിയോ, ഇതിന് പക്ഷെ ഗോൾഡ് ഇടുമ്പോൾ ഒരു എടുപ്പുണ്ടാവില്ല. ടെൻഷൻ. എൻ്റെ ഇഷ്ടപ്പെട്ട 2 കല്യാണ സാരിയാണ് കിടക്കുന്നുണ്ട്. ഇത് ആൻഡിസ് പച്ച. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വീഴും. ഇപ്പൊ അമലിന്റെ മുകളിലേക്ക് കിട്ടാണ്. മോനെയാണോ കല്യാണം? ഇത് മരുമോള്. ഓക്കെ. ഹായ്, September 8. അപ്പൊ നമുക്ക് ഒന്നിച്ച് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം. നല്ല മുഹൂർത്താന്ന് പറയും ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും. ബെസ്റ്റ് മുഹൂർത്താന്ന്. അപ്പൊ എൻ്റെ അടുത്ത് ആണോ? ഞങ്ങളുടെ പക്ഷെ ഓഡിറ്റോറിയാ കൊച്ചിയിൽ. എവിടെയാ? ഞാൻ കൊച്ചിയിലായിരുന്നു, ഇപ്പൊ ബാംഗ്ലൂരാണ്. ആണോ? എൻ്റെ ഏട്ടനെ ചേച്ചി ബാംഗ്ലൂരാ. നിങ്ങൾ എവിടെയാ ബാംഗ്ലൂര്? ഞാൻ മന്നാർക്കട്ടാണ്. നമുക്കറിയില്ല. ഏതാ കമ്പനി? ആണോ? ഇവിടെ ഇൻഫോ പാർക്ക്. ഓക്കെ. ഏട്ടന് ഇവിടെ? അല്ല, എനിക്ക് അവിടെ ഞാൻ ഒരാഴ്ചയിലും ജോയിൻ ചെയ്തിട്ട് ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒരാഴ്ചയായിരുന്നു. അപ്പോൾ കല്യാണം അടിപൊളിയായിട്ട് നടക്കട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആൻറ്റി. ആണോ? അയച്ചോടാ, സന്തോഷം.
ശരി ആൻറ്റി, അപ്പോൾ ഓക്കെ, നമുക്ക് കല്യാണം അടിച്ചു വിളിക്കാം. ഞാൻ വിളിക്കണ്ടല്ലോ, വരില്ലല്ലോ. ശരി കേട്ടോ. ജസ്റ്റ് കളർ നല്ല റെഡ് അല്ലേ? ഇത് കല്യാണ സാരി ചേച്ചി, ബ്രൈഡാ. അത് വ്യക്തമായിട്ട് പറയാം. 21,000. കിട്ടിയിട്ടില്ല. എന്തേ എനിക്കിട്ടൊരു വിലയൂല പ്ലീസ്. ഇവിടെ എടുത്തു വെച്ചോ. താങ്ക് യു. നോട്ടെ, നിനക്കിവിടെ ജോലിക്കൊന്നൂടെ ഏട്ടാ? വെഡിങ് കണ്ടിട്ടുണ്ടായിരുന്നു. 3 ആൾക്കും ഒരുപോലെ ഞാനാ ചെയ്തു കൊടുത്തത്. വെഡിങ് സാരിയോ? വെഡിങ് സെറ്റുമുണ്ട് ഒരേപോലെ നീല. ചേട്ടാ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഈ സാരിയുടെ മുണ്ട് വേണമായിരുന്നു. പക്ഷെ അതില്ല ഇവിടെ. സാരിയുടെ അല്ലേ? ആ, ഈ ചെക്കും ഈ ഒരു ഇതിന്റെ മുണ്ട് ഇത് നല്ല രസമാണ്. പക്ഷെ ഇതിന്റെ മുണ്ട് വേണം. അതിന്റെ സെറ്റുമുണ്ട് ബ്ലൂ അല്ലേ? ഇതിന്റെ സെയിം അല്ലേ? ഇത് ചെക്കില്ല അല്ലേ? സൈഡിൽ ചെക്കാണ്. നമുക്കൊരു വെറൈറ്റി ഇതാണ് നമ്മുടെ ആശ ചേച്ചി കൊടുത്ത സെറ്റുമുണ്ട്. ബ്ലൂ ആയിരുന്നു. ഓർമ്മയുണ്ട്. ബ്ലൂ, മെറൂണ് 3 കളറായിരുന്നു. ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് സെയിലായിട്ടോ ആ ചേച്ചി കൊടുത്തതിന്. ആണല്ലേ? സെറ്റ് കൊണ്ട് ഭയങ്കര രസമല്ലെങ്കിൽ ഗായ്സ്. ഇവിടെ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. പക്ഷെ എനിക്കിതിൻ്റെ മുണ്ടാ വേണ്ടത്. ചെക്കില് ഗ്രീൻ അല്ലെങ്കിൽ ഭയങ്കര രസമല്ലേ നമ്മുടെ ഇതിന്? അമ്മ അമ്മ അവിടെ വേറെ കേട്ടെ. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കുടുംബമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. എല്ലാവരും ഓരോ സെക്ഷനിൽ. അമ്മ അമ്മ വേറെ ലോകത്ത് ഇങ്ങ് വന്നേ. ഇത് നോക്കിയേ, നല്ല രസമില്ലേ? സെറ്റ് സാരിയാ. പക്ഷേ സെറ്റ് മുണ്ടല്ലേ എനിക്ക് വേണ്ടത്? മുണ്ട വേണ്ടേ? പക്ഷെ ഇത് ഭയങ്കര രസമല്ലേ കാണാൻ? അത് മുണ്ട, വിളിക്കുന്നുണ്ട്. അതെടുക്കാം. ഇത് മുണ്ട. സെറ്റ് സാരി പക്ഷെ ഇവിടെ വരൂല. ഫ്രണ്ടിൽ ഇത് വരൂല. ഹായ്, ഗോൾഡനില് പായ അല്ലേ? മുണ്ടാവണം. മുണ്ട ഒരു എടുപ്പ് സാരീനെക്കാളും അല്ലേ? ഇനി ഞാൻ നാട്ടിലേക്കില്ല ഗൈസ്. ഞാൻ ഇവിടെ നെയ്ത് ജീവിച്ചോളാം. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഈ നെയ്ത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിച്ചിരിക്കുന്നത്? താങ്ക് യു. അപ്പം രാജുവേട്ടൻ്റെ കല്യാണമാണ്. നിങ്ങളെയും അരവിന്ദേട്ടനെ ഇപ്പൊ ഇവിടെ ഇല്ല, പോയി. പക്ഷെ വരണം. അതെ, എന്തായാലും വരണം. ചേട്ടന്മാരെ പോലെയാണ് എനിക്ക് നിങ്ങൾ വരണം. അത് പറയൂല, അത് ഞാൻ ചെവിയിൽ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും വരണം. ഇത് എന്റെ സൈഡിൽ നിന്നുള്ളതാണ്. എന്റെ ചെക്കന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ വേറെ വിളിച്ചോളൂ. ആ കല്യാണത്തിന് പോയില്ലെങ്കിൽ എന്റെ കല്യാണത്തിന് വരണം. അടിപൊളിയായി, ഭയങ്കര സന്തോഷമായി. നമ്മളൊരു ഇല്ല അരവിന്ദേട്ടൻ വന്നില്ല ലാസ്റ്റ്. ആ ഒരു നമ്മള് എന്താണ് ഒരു ടെൻഷൻ ഇല്ലാണ്ടല്ലേ പെട്ടെന്ന് നമ്മുടെ ജോലിയായി. താങ്ക് യു സോ മച്ച്. അപ്പൊ കല്യാണത്തിന് വരിക. ഗൈസ്, ഞാനൊരു സാരി ഫാൻ അല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഭീകരമായിട്ട് സാരി വാങ്ങിക്കുന്ന ആളോ ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ എൻ്റെ മുന്നിലേ നോക്കൂ, എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 2 സാരിക്കിടയിൽപ്പെട്ട ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ട് അമ്മേൻ്റെ സാരി സെലക്ട് ചെയ്യുന്നത് ഞാനാണ്. അപ്പം എനിക്ക് ഇവിടെ ഒരു വയലറ്റ് ഉണ്ട്, കാണിച്ചു തരാം. ഈ വയലറ്റ്, നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് ഗസ് ചെയ്യട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയായിരിക്കില്ല. ഇതിൻ്റെ പ്രൈസ് ഗസ് ചെയ്യും. ഇതിൻ്റെ ക്വാളിറ്റി എനിക്കറിയില്ല ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇതാണ്, ഇത്രയും എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതെൻ്റെ ഫേവറേറ്റാണ്. ഡയറി മിൽക്ക് വയലറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിലൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ, സത്യമായിട്ടും. ഞാൻ വന്ന ബഡ്ജറ്റിനേക്കാളും എത്രയോ മുകളിലാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനം. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. ആ തിരക്കിൽ എനിക്ക് പലതും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങളെ കല്യാണത്തിൻ്റെ ആ സാരി കളക്ഷൻസ് കാണിക്കണം. കാരണം കുത്തമ്പള്ളി നമ്മൾ കേട്ടിട്ടുള്ളൂ, ഇതുപോലെ പലരും വന്നിട്ടുണ്ടാവില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. എൻ്റെ ഇപ്പുറത്ത് കാണുന്ന മുണ്ട കേട്ടോ, എൻ്റെ ഇടയിൽ നിന്ന് എൻ്റെ ശ്രദ്ധ മാറിപ്പോകുന്നു ഗൈസ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വരണം കേട്ടോ. ഞാൻ വന്നിട്ട് ഞാനിങ്ങനെ രാവുചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ പറയുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ വരണം. ഒരു 2.5 മണിക്കൂറാണ് എറണാകുളത്ത് നിന്ന് ദൂരം. ആ ദൂരം നിങ്ങൾ വേസ്റ്റ് ചെയ്താലും നിങ്ങളുടെ കല്യാണമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അതൊരു വേസ്റ്റ് ആയിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങൾ എന്തായാലും കുത്തമ്പള്ളിയിലേക്ക് വരണം.
അപ്പോൾ ഞാൻ കുറച്ച് സാരിയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ സാരി ഉടുക്കുമ്പോൾ നിങ്ങൾ പറയണം കൂത്തമ്പള്ളിയിലെ സാരിയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കണം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എൻ്റെ കല്യാണ മേളത്തിൽ നിങ്ങളും കൂടെ കൂടിക്കോളാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് ഇവരുടെ ഒരു പ്രത്യേക സെക്ഷൻ എന്നാണ് ഞാൻ അപ്പോൾ ഇത് അവരുടെ ഒരു പ്രത്യേക സെക്ഷൻ എന്നാണ് ഞാൻ ഈ സാധനം ഷൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ അപ്പം ഇതൊക്കെയാണ് കളക്ഷൻസ്. എൻ്റെ ശ്രദ്ധ മാറിപ്പോകുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ അമർത്തണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ബൈ 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 ബൈ.